സഭാഭേദം കഴിഞ്ഞാലെങ്കിലും ഒരുവൻ സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ഓർമ്മകൾ അയവിറക്കി കഴിയേണ്ടതാണ്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അതിനുള്ള സൗകര്യം എനിക്ക് ഇന്നും സിദ്ധിച്ചിട്ടില്ല. കർമ്മരംഗത്ത് നിന്നും പിന്മാറുവാനുള്ള പ്രായം 70 കഴിഞ്ഞിട്ടും എനിക്ക് ആയിട്ടില്ലെന്ന് വേണം കരുതാൻ. എന്തെങ്കിലും ആകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ ഒടുക്കം വരെ കർമ്മനിരതനായി കഴിയണമെന്നായിരിക്കാം നീതി എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിപാടി. എനിക്ക് അതിൽ പരാതിയോ പരിഭവമോ അശേഷമില്ല. അവസാന നിമിഷം വരെ അശേഷം വിഷമിക്കാതെ എന്റെ നാടിനും നാട്ടാർക്കും വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ആനന്ദപ്രദമായി തോന്നുന്നത്. അതിനിടയാകണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഏകദേശം അരനൂറ്റാണ്ടിനു മുൻപിൻ നോക്കാതെ എല്ലാം വലിച്ചെറിഞ്ഞ് സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച എനിക്ക് ഇന്നുവരെ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ സാവകാശമുണ്ടായിട്ടില്ല. കടന്നുപോന്ന കർമ്മമാർഗത്തിലെ വിഷമസന്ധികളെയോ ചെയ്തു തീർത്ത കർമ്മപരിപാടിയിലെ കോട്ടങ്ങളെയോ നേട്ടങ്ങളെയോ തിരിഞ്ഞു നോക്കി നിന്ന് നെടുവീർപ്പെടുന്നതിനോ അഭിമാനിക്കുന്നതിനോ എനിക്ക് നേരമുണ്ടായിട്ടില്ല. അന്നു മുതൽ ഇന്നുവരെ ഞാൻ മനസാക്ഷിയെ മുൻനിർത്തി പോവുകയാണ്. ആ പോക്കിൽ പറ്റിപ്പോയേക്കാവുന്ന പിഴകളെപ്പറ്റി ചിന്തിച്ച് ഞാൻ പിന്മാറിയിട്ടില്ല. എത്തേണ്ടവാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ചു ഞാൻ എന്ന മഹാകവി വള്ളത്തോളിന്റെ വരികൾ എന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു. ആ നിലയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തതിനു ശേഷം ഈ കർമ്മരംഗം വെടിഞ്ഞ് അനന്തതയിൽ അന്തർധാനം ചെയ്യപ്പെടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അനന്തര പരമ്പരകൾ എന്റെ പ്രവർത്തന ഫലത്തെപ്പറ്റി വിധിയെഴുതട്ടെ. അരനൂറ്റാണ്ടിലധികം കാലം കേരളത്തിലെ സാമുദായികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവുമായ മണ്ഡലങ്ങളിൽ ഉണ്ടായ പരിവർത്തനങ്ങളിലും പരിഷ്കാരങ്ങളിലും പങ്കുകൊള്ളുവാൻ ഭാഗ്യമുണ്ടായ ഒരുവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയൊക്കെ കാണുന്നത് സ്വാഭാവികമാണ്. അത് മുഴുവൻ പറയാൻ ഒരുങ്ങുന്നത് സാഹസവുമാണ്. എന്റെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ചില സംഭവങ്ങൾ മാത്രമേ കഴിഞ്ഞുപോയ കാലത്തിന്റെ കലവറയിൽ നിന്നും പുറത്തെടുത്ത് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏകദേശം അരനൂറ്റാണ്ടിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1914 ഒക്ടോബർ 31 സായം സന്ധ്യയ്ക്ക് ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നത്ത് വീട്ടിന്റെ പൂമുഖത്ത് എന്റെ അമ്മ സ്വന്തം കൈകൊണ്ട് തേച്ചു മിനുസമാക്കി എണ്ണയൊഴിച്ച് 7 തിരിയിട്ട് കൊളുത്തിവെച്ച വിറവിളക്കിന് ചുറ്റിനും തൊഴുകൈയോടെ നിന്ന് ഞാൻ ഉൾപ്പെടെ 14 പേർ നടത്തിയ സത്യപ്രതിജ്ഞാ രംഗമാണ് എന്റെ ഓർമ്മയിൽ ആദ്യമായി ഉദിച്ചുയരുന്നത്. സമുദായക്ഷേമത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാം എന്ന പ്രതിജ്ഞയാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. അതിനായി നായർ സമുദായ ഭൃത്യജന സംഘം എന്ന പേരിൽ ഒരു സംഘടനയും ഞങ്ങൾ ഉണ്ടാക്കി. ആ സംഘടനയാണ് പിൽക്കാലത്ത് നായർ സർവീസ് സൊസൈറ്റിയായി പരിണമിച്ചത്. അന്ന് സത്യം ചെയ്തവരിൽ 5 പേരൊഴികെ മറ്റുള്ളവരെല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നവരിൽ ഞാനും ശ്രീ കേളപ്പനും മാത്രമേ കർമ്മരംഗത്തിലുള്ളൂ. ശേഷിച്ച 3 പേർ വാർദ്ധക്യസഹജമായ അസ്വാസ്ഥ്യത്താൽ വീട് വിട്ടിറങ്ങുവാൻ വയ്യാത്ത നിലയിലാണ്. എങ്കിലും നായർ സർവീസ് സൊസൈറ്റിയുടെ നേട്ടങ്ങളായ വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും കാണുമ്പോൾ എന്റെ മനസ്സിൽ 48 സംവത്സരങ്ങൾക്ക് മുൻപ് നടന്ന ആ സത്യപ്രതിജ്ഞാരംഗവും അതിൽ പങ്കുകൊണ്ട സേവനോത്സുകരായ സുഹൃത്തുക്കളുടെ രൂപവും മിന്നിത്തിളങ്ങാറുണ്ട്. എന്നെ സമുദായ സേവനത്തിന് പ്രേരിപ്പിച്ചത് ആ പ്രതിജ്ഞയാണ്. അന്ന് എന്റെ എളിയ വീട്ടിൽ വെച്ച് രൂപം കൊണ്ട ആ ചെറുസംഘടനയുടെ കാര്യനിരഹിയായതോടെ വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാതെ പൊതുജന സേവനത്തിനായി ജീവിതം വിനിയോഗിക്കണമെന്ന ആശ എന്നിൽ അനുദിനം വളർന്നു വന്നു.
അധികം താമസിയാതെ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സമുദായ സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. യശശരീരനായ എം എ പരമപിള്ളയുടെ യാത്രയയപ്പ് യോഗത്തിൽ വെച്ച് സാഹസികം എന്ന് പറയാവുന്ന ഒരു പ്രഖ്യാപനം ചെയ്യുവാൻ ഞാൻ മുതിർന്ന രംഗമാണ് എന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ല്. ജീവിതകാലം വിനിയോഗിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതായി നിറഞ്ഞ സദസ്സിൽ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചു. അന്ന് ഞാൻ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ വക്കീലായി കഴിയുകയാണ്. അന്നത്തെ നിലയ്ക്ക് നല്ലൊരു വരുമാനം വക്കീൽ പണിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു. പറയത്തക്ക സ്വത്തൊന്നുമില്ലാത്ത എനിക്ക് വക്കീൽ പണി വേണ്ടെന്ന് വെച്ചാൽ കഷ്ടപ്പാടും ഒരു പക്ഷേ പട്ടിണിയുമായിരിക്കും അനുഭവമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും പൊതുജന സേവനത്തിലുള്ള മനസാക്ഷിയുടെ പ്രേരണ മൂലം ഞാൻ അതിന് ധൈര്യപ്പെട്ടു. എന്റെ പ്രഖ്യാപനം കേട്ട് സകലരും ഞെട്ടിപ്പോയി. ആരും സന്തോഷിച്ചില്ല. നേരെ മറിച്ച് പലരും സങ്കടപ്പെട്ടു. ഉറ്റമിത്രങ്ങളിൽ ചിലർ കരയുക കൂടി ചെയ്തു. ആ സാഹസിക കൃത്യത്തിന് സകലരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ അവർക്കാർക്കും എന്നെ എന്റെ നിശ്ചയത്തിൽ നിന്ന് മാറ്റുവാൻ സാധിച്ചില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞുവെന്ന് മനസ്സിലായതോടെ ഉപദേശങ്ങളും കുറ്റപ്പെടുത്തലുമെല്ലാം അവർ മതിയാക്കി. പക്ഷേ അപ്പോഴെല്ലാം എന്റെ അമ്മയെപ്പറ്റിയുള്ള ചിന്ത എന്നെ വേദനിപ്പിച്ചിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും എന്നെ പഠിപ്പിച്ച എന്റെ അമ്മ ഞാൻ ഒരു നല്ല നിലയിലെത്തുന്നത് കാണാനാണ് കൊതിച്ചത്. വക്കീൽ പണിയിൽ വേണ്ടത്ര പേരും പെരുമയും എനിക്കുണ്ടായതോടെ അമ്മ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി ആശ്വസിച്ചു. പക്ഷേ പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് സമുദായ സേവനത്തിന് പോകാൻ മകൻ നിശ്ചയിച്ചത് അമ്മയ്ക്ക് മകനെപ്പറ്റിയുണ്ടായിരുന്ന മോഹന സ്വപ്നങ്ങൾ തകർക്കുന്നതിന് തുല്യമായിരുന്നു. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നതായിരുന്നു എന്നെ വിഷമിപ്പിച്ച പ്രശ്നം. അങ്ങനെ പറയുന്നതിന് മതിയായ കാരണങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ വാത്സല്യവതിയായ എന്റെ അമ്മ ഒരക്ഷരം എതിർത്തു പറഞ്ഞില്ല. സർവീസ് സൊസൈറ്റിക്ക് ദാനമായി കിട്ടിയ ഭൂമിയിൽ ഒരു സ്കൂൾ പണിയുന്നതിനുള്ള ശ്രമങ്ങൾക്കായി കറുകച്ചാലിലേക്ക് താമസം മാറ്റാൻ ഞാൻ നിശ്ചയിച്ചു. അമ്മയുടെ അനുവാദത്തിനും അനുഗ്രഹത്തിനുമായി ഞാൻ ചെന്നപ്പോഴും സ്നേഹനിധിയായ എന്റെ അമ്മ എന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. ആ പാവനപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുകരങ്ങളും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ തൊണ്ട വിറയ്ക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാനും നിശബ്ദനായി കരഞ്ഞു. ശ്രീമന്തപുത്രൻ കഷ്ടപ്പാടിന്റെ നടുവിലേക്കാണ് പോകുന്നതെന്ന് ഓർത്ത് ആ മാതൃഹൃദയം മഹാദുഃഖം കൊണ്ട് വേദനിച്ചിരിക്കണം. നെടുനാളായി മകനെ ചൊല്ലി മനസ്സിൽ കെട്ടിപ്പൊക്കിയ മോഹമഹാസൗധങ്ങളെല്ലാം മണ്ണടിയുന്നത് കണ്ട് ആ മനസ്സും നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കണം. പക്ഷേ അതൊന്നും പുറത്തു കാട്ടാതെ സ്നേഹമയ്യായ എന്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചയക്കുകയാണ് ചെയ്തത്. അശ്രുവാർത്തുകൊണ്ട് അമ്മയും മകനും അല്പനിമിഷം പരസ്പരം നോക്കി നിന്നു. മകൻ വീണ്ടും മാതൃപാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി അമ്മയ്ക്ക് സമാധാനമുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. അമ്മയുടെ ആ അനുഗ്രഹമാണ് എന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 40-ൽ പരം വർഷങ്ങളിലെ പൊതുജന സേവനം എന്തെന്ത് കഷ്ടപ്പാടുകളാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. കാശുപോലും കയ്യിലില്ലാതെ കാൽനടയായി വീട് തോറും കയറിയിറങ്ങി പണം പിരിച്ചുണ്ടാക്കിയ വിദ്യാലയങ്ങൾ, തികഞ്ഞ യാഥാസ്ഥികരായ സമുദായ പ്രമാണികളെ പരിവർത്തന വിധേയരാക്കുവാൻ വേണ്ടി വന്ന ഭഗീരഥ പ്രയത്നങ്ങൾ, സാമൂഹ്യ പുരോഗതിക്ക് വിഘാതം വരുത്തുന്ന അനാധാര ശൃംഖലകൾ പൊട്ടിച്ചെറിയാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുവാൻപ്പെട്ട പാട്, സമുദായത്തിന്റെ ഉന്നതതലങ്ങളിൽ നിൽക്കുന്ന പ്രമുഖ വ്യക്തികളെ പൊതുജനമധ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ ആവശ്യമായിരുന്ന അക്ഷീണയത്നം എല്ലാം പറയുവാൻ വർഷങ്ങൾ തന്നെ വേണം. എന്നോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുകൊണ്ട് കഷ്ടപ്പെട്ട സേവനോത്സുകരായ നിസ്വാർത്ഥമതികളായ അസംഖ്യം സുഹൃത്തുക്കളെയും ഗുരുജനങ്ങളെയും ഞാൻ ഓർക്കുന്നു.
അവരാണ് എനിക്ക് താങ്ങും തണലുമായി എന്നും നിന്നിട്ടുള്ളത്. അവരുടെ കർമ്മശക്തിയായിരുന്നു എന്റെ അക്ഷയമായ കൈമുതൽ. എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മറ്റൊരു രംഗത്തെപ്പറ്റി 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2 വർഷം മുൻപ് പന്തളത്ത് വെച്ച് നടന്ന എന്റെ ശതാഭിഷേകമാണത്. കേരളത്തിൽ ഇന്നുവരെ അത്ര വിപുലമായ ഒരു ശതാഭിഷേക മഹാമഹം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ സേവിച്ച ജനങ്ങൾ എന്നിൽ വാരിക്കോരിച്ചൊരിഞ്ഞ ആ അനുഗ്രഹവർഷത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കില്ല. എന്നെ വ്യക്തിപരമായി ബഹുമാനിച്ചതല്ല ആ ആഘോഷം എന്നാണ് എന്റെ വിശ്വാസം. നേരെ മറിച്ച് ആത്മാർത്ഥമായ പൊതുസേവനത്തിന് ജനങ്ങൾ നൽകിയ ബഹുമതിയായിരുന്നു ആ ശതാഭിഷേക മഹാമഹം. പെരുന്നയിലെ എന്റെ വീട്ടിൽ നിന്നും പന്തളം വരെ 20 നാഴിക ദൂരം ശതാഭിഷേക ദിവസം എന്നെ ഘോഷയാത്രയായി കൊണ്ടുപോയപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ജാതിമതഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ തിങ്ങിക്കൂടി നിന്ന് എന്നെ അനുഗ്രഹിച്ചു. അസംഖ്യം കാറുകൾ അകമ്പടി സേവിച്ചു. ആ ഘോഷയാത്ര 4-5 മണിക്കൂർ സമയം കൊണ്ടാണ് പന്തളത്ത് എത്തിയത്. വിമാനം വഴി പുഷ്പവൃഷ്ടി ചെയ്തിരുന്നു. എന്റെ ജീവിതത്തിലെ അവിസ്മരണീയ സംഭവമാണ് അത്. ആ സമയത്ത് എന്റെ മനസ്സിൽ ഉയർന്നത് എന്നോടൊന്നിച്ച് നിസ്വാർത്ഥമായ പൊതുജന സേവനം അനുഷ്ഠിച്ച അനേകം സഹപ്രവർത്തകന്മാരോടുള്ള കൃതജ്ഞതയാണ്. ജ്ഞാതരും അജ്ഞാതരുമായ അവരാണ് യഥാർത്ഥത്തിൽ ആ ശതാഭിഷേക മഹാമഹത്തിന് ഉത്തരവാദികൾ. അരനൂറ്റാണ്ടോളമായി ഞാൻ ഉപാസിക്കുന്ന സംഘടനാദേവി ഇന്ന് ഐശ്വര്യപൂർണ്ണയാണെന്ന് പറയാം. നിരവധി ഹൈസ്കൂളുകളും കോളേജുകളും തോട്ടങ്ങളും വ്യവസായങ്ങളും എല്ലാം ഉള്ള സർവീസ് സൊസൈറ്റിക്ക് ഇന്ന് 2-3 കോടി രൂപയിൽ കവിഞ്ഞ സ്വത്തുണ്ട്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്ന ഒരുവന് ഇടയ്ക്കിടെ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപനങ്ങൾ കാണാതിരിക്കുവാൻ സാധ്യമല്ല. അന്ന് പെരുന്നയിൽ നിന്ന് കറുകച്ചാലിലേക്ക് പള്ളിക്കൂടമുണ്ടാക്കുവാൻ പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു ഭാവി സർവീസ് സൊസൈറ്റിക്കുണ്ടാകുമെന്ന് സങ്കല്പിക്കുക പോലും ചെയ്തില്ല. ഞങ്ങളുടെ ചെറിയ സംഘടന കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മഹത്തായ ഒരധ്യായം എഴുതി ചേർക്കുമെന്ന് സ്വപ്നം കാണുക പോലും ചെയ്തില്ല. ഈശ്വരാനുഗ്രഹത്താലും സേവന സന്നദ്ധരായ സുഹൃത്തുക്കളുടെ പരിശ്രമഫലമായും ഇതൊക്കെ കൈവന്നു. ഞാൻ കേവലം നിമിത്തമാത്രം. ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് മുതൽക്ക് ഇന്നുവരെയുള്ള കാലത്തിനുള്ളിൽ എന്തെന്ത് വൻപിച്ച മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. സാമൂഹ്യ സംവിധാനത്തിലും ആധാരക്രമത്തിലും വിശ്വാസ പ്രമാണങ്ങളിലും രാഷ്ട്രീയ ഭരണക്രമത്തിലും എല്ലാം വിപ്ലവാത്മകമായ പൊളിച്ചെഴുത്താണ് നടന്നത്. ജാതിയുടെയും വർണ്ണത്തിന്റെയും കൻതലുകൾ തകർന്നു. സമ്പദ് വ്യവസ്ഥ കീഴ്മേലായി മറിഞ്ഞു. അർത്ഥശൂന്യങ്ങളായ അസംഖ്യം ആധാരാനുഷ്ഠാനങ്ങൾ അന്തർധാനം ചെയ്തു. വൈദേശിക മേൽക്കോയ്മ അവസാനിച്ചു. രാജവാഴ്ച ചരിത്രത്തിന്റെ ചാമ്പൽക്കൂരയിൽ എറിയപ്പെട്ടു. ജനങ്ങളുടെ സർവാധികാരം സ്ഥാപിതമായി. മഹത്തായ പരിവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും എളിയ സേവനം അനുഷ്ഠിക്കുന്നതിനും ഇടയായത് എന്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് മാത്രമല്ല, സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഞാൻ രാജ്യത്തിന്റെ പുരോഗതിയെയും നിലനിൽപ്പിനെ പോലും സാരമായി തകരാറിൽ ആക്കുന്ന പ്രവണതകൾക്ക് എതിരായി ശബ്ദമുയർത്തുന്നതിനും സമരം ചെയ്യുന്നതിനും ഒരിക്കലും മടിച്ചിട്ടില്ലെന്ന് പറയേണ്ടതുണ്ട്. സകല സമുദായങ്ങളും സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ആ കേരളം കർമ്മഭൂമിയായ ഭാരതത്തിന്റെ അഭിമാന ഘടകമായിരിക്കും. അവിടെ മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന മഹനീയാദർശം യാഥാർത്ഥ്യമായി തീരും. ആദർശസുന്ദരമായ ആ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഞാൻ സേവിക്കുന്ന കേരളീയ ജനതയ്ക്ക് എന്റെ കൃതജ്ഞതാനിർഭരമായ കൂപ്പുകൈ.